ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയത്തോടൊപ്പം 365 ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. മാർച്ച് 9 അത്ഭുത മാതാവ്. 1510 മാർച്ച് 9 79 വയസ്സായ ജുവാനി സിഗാന തൻ്റെ നിലം ഒഴുകുന്നതിന് വേണ്ടി കൂട്ടുകാരൻ്റെ സഹായം ആവശ്യപ്പെടുവാൻ വേണ്ടി പോയി. പോകുന്ന സമയത്ത് വഴിവക്കിലുള്ള കുരിശുപള്ളിയിൽ പ്രാർത്ഥിക്കുവാൻ കയറി. ഗോതമ്പിൻ്റെ മുകളിൽ വെള്ളവസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. അത് ദൈവമാതാവാണെന്ന് മനസ്സിലാക്കിയ അവൻ അവിടെ മുട്ടുകുത്തി. പ്രകാശപൂരിതയായ ആ പെൺകുട്ടി എഴുന്നേറ്റ് അവനോട് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും ട്രിവിസോയിലെ ജനങ്ങളും 3 ശനിയാഴ്ച ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ പാപങ്ങൾക്ക് ക്രിസ്തുവിനോട് മാപ്പ് ചോദിക്കണം. തുടർന്ന് മാതാവ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഒരു പള്ളി പണിയുവാനും ആവശ്യപ്പെട്ടു. താൻ പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കില്ലെന്ന് പരാതിപ്പെട്ട സിഗാനോട് മാതാവ് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഞാൻ സൂര്യനിൽ ഒരു അടയാളം കാണിച്ചു തരും. സിഗാന വീട്ടിൽ പോയി ഈ കഥ പറയുകയും മാതാവ് പ്രവചിച്ചതുപോലെ സൂര്യനിൽ അത്ഭുതം സംഭവിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം സൂര്യൻ പ്രത്യക്ഷപ്പെട്ടത് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തോടു കൂടിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പ്രദേശത്തുള്ള ജനങ്ങൾ മരങ്ങൾ കൊണ്ട് ഒരു പള്ളി പണിതു. മാർച്ച് 9 ഇപ്പോഴും തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഈ നോൻപ് കാലത്ത് പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവൃത്തികളിലും കൂടുതൽ വ്യാപരിക്കുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആവേ മരിയ.